സംസ്ഥാന സ്കൂൾ കലോത്സവം കൂടുതൽ ആഘോഷമായി മാറുമ്പോൾ കലോത്സവത്തോടൊപ്പമുള്ള ധൂർത്തും ക്രമക്കേടുകളും വർദ്ധിക്കുകയാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആദ്യം തയ്യാറാക്കുന്ന തുകയിൽ നിന്നും വലിയ മാറ്റത്തോടെയാണ് കലോത്സവം കൊടിയിറങ്ങുന്നത്. ക്രമരഹിതമായ ഇടപാടുകളും വ്യാജ രസീതുകളും നിർമ്മിക്കുന്നതിന്റെ തെളിവുകളും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. കലോത്സവത്തിലെ ഏറ്റവും ചെലവേറിയിടം മത്സരാർത്ഥികളും സംഘാടകരുമെല്ലാം വിശപ്പകറ്റുന്ന കലവറ തന്നെയാണ്. ആകെ ചെലവിന്റെ 1/3 ഇതിനായി മാറ്റിവെക്കുന്നതും. ഓഡിറ്റ് ചെയ്ത കണക്കുകൾ അനുസരിച്ച് 2013 മലപ്പുറത്ത് നടന്ന കലോത്സവത്തിന്റെ ഭക്ഷണ ചെലവ് 25,70,000 രൂപയാണ്. ഇനി മലപ്പുറത്തെ ഓഡിറ്റ് രേഖകൾ കാണാം. ആഹാരം പാകം ചെയ്ത പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ 2 ലക്ഷം രൂപ പ്രതിഫലം ഒഴിവാക്കിയാൽ ഒന്നിനും കൃത്യമായ രസീതുകളില്ല. പാൽ മുതൽ വാഴയില വാങ്ങുന്നതിൽ വരെ നടപടിക്രമങ്ങൾ ഒന്നുപോലും പാലിച്ചിട്ടില്ല. സാധനങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ സ്ഥാപനങ്ങളെ പരിഗണിച്ചിട്ടുമില്ല. കോട്ടയം, തൃശൂർ കലോത്സവങ്ങളിലും അവസ്ഥ വിഭിന്നമല്ല. വാഹന ഉപയോഗത്തിലാണ് അടുത്ത തട്ടിപ്പ് നടക്കുന്നത്. ഗതാഗത കമ്മിറ്റികൾ എല്ലായിടത്തുമുണ്ടെങ്കിലും ടാക്സികളോടാണ് സംഘാടകർക്ക് താല്പര്യം. ക്രമരഹിതമായ രസീതുകൾ, ഇന്ധന ബില്ലുകൾ തുടങ്ങിയ ഇനങ്ങളിലായി വൻതുകയാണ് ചോരുന്നത്. സ്റ്റേഷനറി ഇനങ്ങളിൽ തുടങ്ങി വിധികർത്താക്കൾക്ക് പ്രതിഫലം നൽകുന്നതിൽ വരെ വൻ ക്രമക്കേടാണ് നടക്കുന്നതെന്ന് ഓഡിറ്റ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതിനേക്കാൾ തുക ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ കമ്മിറ്റിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി വാങ്ങണം എന്നാണ് കലോത്സവ മാനുവലുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ പറയുന്നത്. അത് ലംഘിച്ചുകൊണ്ട് കൂടുതൽ പണം ചെലവഴിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെൻഡർ വിളിക്കാതെ പല വർക്കുകളും അലോട്ട് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ, ബില്ലുകൾ ശരിയായ രീതിയിൽ ഹാജരാക്കാതെ ഉൾപ്പെടെയുള്ള നിരവധി അപാകതകളും ക്രമക്കേടുകളുമാണ് ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും കലോത്സവങ്ങളായി 1 കോടി രൂപയ്ക്കടുത്താണ് ചിലവുകൾ എത്തുന്നത്. ക്രമരഹിതമായ ചെലവഴിക്കൽ ഒഴിവാക്കുകയും നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്താൽ ചിലവുകളിൽ ഗണ്യമായ കുറവുണ്ടാക്കാനാവുമെന്നാണ് ഓഡിറ്റ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.